യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം യേശുവിന്റെ പുനരുത്ഥാനം. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് യേശുവിന്റെ പുനരുത്ഥാനം എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്ക 24:1 അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയത് ആരാണ്? ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. ഗലീലിയിൽ നിന്നും വന്ന സ്ത്രീകൾ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോയത്? ഉത്തരം തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി. ലൂക്ക 24:2 കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് ചെന്ന സ്ത്രീകൾ എന്താണ് കണ്ടത്? ഉത്തരം കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടതാരാണ്? ഉത്തരം തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ. ലൂക്ക 24:3 അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. ആരകത്ത് കടന്നു നോക്കിയപ്പോഴാണ് കർത്താവായ യേശുവിന്റെ ശരീരം കാണാതിരുന്നത്? ഉത്തരം തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ. ലൂക്ക 24:4 ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴാണ് രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ. കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്നവർ ആരാണ്? ഉത്തരം തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ. കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്ന സ്ത്രീകളുടെ മുമ്പിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ. ലൂക്ക 24:5 അവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. ആരാണ് ഭയപ്പെട്ട് മുഖം കുനിച്ചത്? ഉത്തരം കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അതിരാവിലെ സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിന്റെ കല്ലറയിൽ എത്തിയ സ്ത്രീകൾ. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിന്ന സ്ത്രീകളോട് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ എന്താണ് പറഞ്ഞത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതിന് അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ കർത്താവായ യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്ന സ്ത്രീകളോട്. ലൂക്ക 24:6-7 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. മനുഷ്യപുത്രൻ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെടുന്നത്? ഉത്തരം പാപികളുടെ കയ്യിൽ. മനുഷ്യപുത്രന് എന്തെല്ലാം സംഭവിക്കുമെന്നാണ് യേശു ഗലീലയിലായിരുന്നപ്പോൾ പറഞ്ഞത്? ഉത്തരം മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ലൂക്ക 24:8 അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. അപ്പോൾ ആരുടെ വാക്കുകളാണ് ഓർമ്മിച്ചത്? ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയിലെത്തിയ സ്ത്രീകൾ യേശുവിന്റെ വാക്കുകൾ. എപ്പോഴാണ് ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ യേശുവിന്റെ വാക്കുകൾ ഓർമ്മിച്ചത്? ഉത്തരം മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ എന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ പറഞ്ഞപ്പോൾ. ലൂക്ക 24:9 കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ ഇതെല്ലാം ആരെയാണ് അറിയിച്ചത്? ഉത്തരം 11 പേരെയും മറ്റെല്ലാവരെയും. ലൂക്ക 24:10 മഗ്ദലേന മറിയവും യോവാന്നയും യാക്കോബിന്റെ അമ്മയായ മറിയവും
അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. ലൂക്ക 24:10 ഏതൊക്കെ സ്ത്രീകളുടെ പേരാണ് പറയുന്നത്? ഉത്തരം: മഗ്ദലേന മറിയം, യോവാന്ന, യാക്കോബിന്റെ അമ്മയായ മറിയം. മഗ്ദലേന മറിയം, യോവാന്ന, യാക്കോബിന്റെ അമ്മയായ മറിയം എന്നീ 3 സ്ത്രീകളുടെ പേരാണ് ലൂക്ക 24:10 പറയുന്നത്. കല്ലറയിങ്കൽ കണ്ട കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ആരാണ്? ഉത്തരം: മഗ്ദലേന മറിയവും യോവാന്നയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും. ലൂക്ക 24:11 അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ, അവർ അവരെ വിശ്വസിച്ചില്ല. ആർക്ക് ആരുടെ വാക്കുകളാണ് കെട്ടുകഥ പോലെ തോന്നിയത്? ഉത്തരം: അപ്പസ്തോലന്മാർക്ക്. മഗ്ദലേന മറിയം, യോവാന്ന, യാക്കോബിന്റെ അമ്മയായ മറിയം, അവരുടെ കൂടെയായിരുന്ന മറ്റു സ്ത്രീകൾ എന്നിവരുടെ വാക്കുകൾ. ആരെയാണ് വിശ്വസിക്കാതിരുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാർ, മഗ്ദലേന മറിയം, യോവാന്ന, യാക്കോബിന്റെ അമ്മയായ മറിയം, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ എന്നിവരെ. ലൂക്ക 24:12 എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടി. കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. ആരാണ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടിയത്? ഉത്തരം: പത്രോസ്. പത്രോസ് എഴുന്നേറ്റ് എവിടേക്കാണ് ഓടിയത്? ഉത്തരം: കല്ലറയിങ്കിലേക്ക്. കല്ലറയിങ്കിലേക്ക് ഓടിയ പത്രോസ് അവിടെ എത്തിയപ്പോൾ എന്താണ് ചെയ്തത്? ഉത്തരം: കുനിഞ്ഞകത്തേക്ക് നോക്കി. കല്ലറയിങ്കിലേക്ക് എത്തി കുനിഞ്ഞകത്തേക്ക് നോക്കിയ പത്രോസ് എന്താണ് കണ്ടത്? ഉത്തരം: അവനെ, അതായത് യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. കല്ലറയ്ക്കുള്ളിൽ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട പത്രോസ് എന്ത് ചെയ്തു? ഉത്തരം: സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയത് ആരാണ്? ഉത്തരം: പത്രോസ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏതാണ്? ഉത്തരം: ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഈ അധ്യായത്തിന്റെ 2ാമത്തെ ശീർഷകവുമാണ്. ലൂക്ക 24:13 ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും എവിടേക്കാണ് പോയത്? ഉത്തരം: എമ്മാവൂസിലേക്ക്. എമ്മാവൂസ് ഗ്രാമം ജെറുസലേമിൽ നിന്നും എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം: ഏകദേശം 60 സ്താദിയോൻ ദൂരം. 60 സ്താദിയോൻ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം: ഏകദേശം 11 കിലോമീറ്റർ. ലൂക്ക 24:14 ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. ലൂക്ക 24:15 അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ആരോടൊപ്പമാണ് യേശു യാത്ര ചെയ്തത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടൊപ്പം. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടൊപ്പം. എപ്പോഴാണ് യേശു എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ അടുത്തെത്തിയത്? ഉത്തരം: അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു അവരുടെ അടുത്തെത്തി എന്താണ് ചെയ്തത്? ഉത്തരം: അവരോടൊപ്പം യാത്ര ചെയ്തു. ലൂക്ക 24:16 എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആരുടെ കണ്ണുകളാണ് മൂടപ്പെട്ടിരുന്നത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം: യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ലൂക്ക 24:17 അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മ്ലാനവദനരായി നിന്നത് ആരാണ്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. എപ്പോഴാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ മ്ലാനവദനരായി നിന്നത്? ഉത്തരം: എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു അവരോട് ചോദിച്ചപ്പോൾ. ലൂക്ക 24:18 അവരിൽ ക്ലയോപ്പാസ് എന്ന പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ക്ലയോപ്പാസ് ആരാണ്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരുവൻ.
ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ആരോടാണ് ചോദിച്ചത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരിൽ ക്ലയോപ്പാസ് എന്നു പേരായവൻ യേശുവിനോട്. ക്ലയോപ്പാസ് യേശുവിനോടാണ് ഈ ചോദ്യം ചോദിച്ചത്. ലൂക്ക 24:19. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് തങ്ങൾ ആരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് പറഞ്ഞത്? ഉത്തരം: നസ്രായനായ യേശുവിനെ കുറിച്ച്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നസ്രായനായ യേശുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം: ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. ലൂക്ക 24:20. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനോട് എന്ത് ചെയ്തെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്? ഉത്തരം: അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് ആരാണെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്? ഉത്തരം: തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. ലൂക്ക 24:21. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഉത്തരം: ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ്. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ യേശുവാണെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് എത്രാം ദിവസമാണെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്? 3-ാം ദിവസം. ഏതൊക്കെ സംഭവിച്ചിട്ടാണ് ഇത് 3-ാം ദിവസം? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തിട്ട്. ലൂക്ക 24:22. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു. ആര് തങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ. തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ഇന്ന് രാവിലെ എവിടേക്ക് പോയിരുന്നു എന്നാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: കല്ലറയെങ്കിൽ പോയിരുന്നു. ലൂക്ക 24:23. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ ആരാണ്? ഉത്തരം: രാവിലെ കല്ലറയിങ്കിലേക്ക് പോയിരുന്ന സ്ത്രീകൾ. രാവിലെ കല്ലറയിങ്കിലേക്ക് പോയിരുന്ന സ്ത്രീകൾ എന്താണ് അവിടെ കാണാതിരുന്നത്? ഉത്തരം: അവന്റെ ശരീരം. യേശുവിന്റെ ശരീരമാണ് അവർ അവിടെ കാണാതിരുന്നത്. രാവിലെ കല്ലറയിങ്കിലേക്ക് പോയ സ്ത്രീകൾ തങ്ങൾക്ക് ആരുടെ ദർശനം ഉണ്ടായെന്നാണ് പറഞ്ഞത്? ഉത്തരം: ദൂതന്മാരുടെ. രാവിലെ കല്ലറയിങ്കിലേക്ക് പോയ സ്ത്രീകൾ എന്താണ് അറിയിച്ചത്? ഉത്തരം: തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്ത്രീകളെ അറിയിച്ചത് ആരാണ്? ഉത്തരം: ദൂതന്മാർ. ലൂക്ക 24:24. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടത് ആരാണ്? ഉത്തരം: ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരാണ് കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടത്. ലൂക്ക 24:25. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു അവരെ എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം: ഭോഷന്മാരെ എന്ന്. യേശു ഭോഷന്മാരെ എന്ന് വിളിച്ചത് ആരെയാണ്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെയാണ് യേശു ഭോഷന്മാരെ എന്ന് വിളിച്ചത്. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട്. ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത് ആരാണ്? ഉത്തരം: ക്രിസ്തു. ക്രിസ്തു എങ്ങനെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? ഉത്തരം: ഇതെല്ലാം സഹിച്ച്. ലൂക്ക 24:27. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താണ് വ്യാഖ്യാനിച്ചു കൊടുത്തത്? ഉത്തരം: മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും യേശുവിനെ പറ്റി എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: വിശുദ്ധ ലിഖിതങ്ങളിൽ. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു എന്താണ് ചെയ്തത്? ഉത്തരം: യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. എപ്പോഴാണ് യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത്? ഉത്തരം: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. തങ്ങളോടുകൂടെ താമസിക്കുക എന്നവർ അവനോട് എങ്ങനെയാണ് പറഞ്ഞത്? ഉത്തരം: നിർബന്ധിച്ചുകൊണ്ട്. നേരം വൈകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവർ യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: പകൽ അസ്തമിക്കാറായി. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി എന്ന് പറഞ്ഞപ്പോൾ യേശു എന്തു ചെയ്തു? ഉത്തരം: അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ലൂക്ക 24:30. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു എന്തു ചെയ്തു? ഉത്തരം: അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. എപ്പോഴാണ് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത്? ഉത്തരം: അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ. എപ്പോഴാണ് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത്? ഉത്തരം: അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ. എപ്പോഴാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? ഉത്തരം: അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണ് തുറക്കപ്പെട്ട് അവർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. എപ്പോഴാണ് യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായത്? ഉത്തരം: അവരുടെ കണ്ണ് തുറക്കപ്പെട്ട് അവർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ. ലൂക്ക 24:32. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശു എവിടെ വെച്ചാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത്? ഉത്തരം: വഴിയിൽ വെച്ച്. അവർ പരസ്പരം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഉത്തരം: വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചത് എപ്പോഴാണ്? ഉത്തരം: വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചപ്പോൾ. ലൂക്ക 24:33. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ആരെപ്പോഴാണ് ഇപ്രകാരം ചെയ്തത്? ഉത്തരം: യേശു അവരിൽ നിന്നും അപ്രത്യക്ഷനായപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ജെറുസലേമിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ ആരെയാണ് കണ്ടത്? ഉത്തരം: അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും. ലൂക്ക 24:34. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ജെറുസലേമിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം: കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോന് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റ് ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: ശിമയോന്. ലൂക്ക 24:35. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ജെറുസലേമിൽ തിരിച്ചെത്തിയപ്പോൾ എന്താണ് വിവരിച്ചത്? ഉത്തരം: വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ് യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു എന്ന് ഈ 3-ാമത്തെ ശീർഷകത്തിലുള്ളത്. ലൂക്ക 24:36. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു,
നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനാകുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം, 11 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരും. യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം, നിങ്ങൾക്ക് സമാധാനം. യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം, അവർ ഭയന്നു വിറച്ചു. ലൂക്ക 24:37. ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തപ്പോൾ ഭയന്നു വിറച്ച അവർ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് വിചാരിച്ചത്? ഉത്തരം, ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. ലൂക്ക 24:38. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ലൂക്ക 24:38 എത്ര ചോദ്യങ്ങളാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്? ഉത്തരം, 2 ചോദ്യങ്ങൾ. ലൂക്ക 24:39. എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. ഇത് താൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം, തന്റെ കൈകളും കാലുകളും കണ്ട്. ലൂക്ക 24:40. എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. മാംസവും അസ്ഥികളും ഇല്ലാത്തത് ആർക്കാണ്? ഉത്തരം, ഭൂതത്തിന്. ലൂക്ക 24:41. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? സന്തോഷാധിക്യത്താൽ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ഉത്തരം, അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത ശിഷ്യന്മാരോട് എന്താണ് യേശു ചോദിച്ചത്? ഉത്തരം, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ലൂക്ക 24:42. ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച യേശുവിന് ശിഷ്യന്മാർ എന്താണ് കൊടുത്തത്? ഉത്തരം, ഒരു കഷ്ണം വറുത്ത മീൻ. ലൂക്ക 24:43. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. യേശു എന്താണ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചത്? ഉത്തരം, ഒരു കഷ്ണം വറുത്ത മീൻ. 24:44. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തു പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതല്ല. 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ആരുടെ മനസ്സാണ് അവൻ തുറന്നത്? ഉത്തരം, 11 പേരുടെയും അവരോട് കൂടി ഉണ്ടായിരുന്നവരുടെയും എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെയും. എന്ത് ഗ്രഹിക്കാൻ തക്കവിധമാണ് അവൻ അവരുടെ മനസ്സ് തുറന്നത്? ഉത്തരം, വിശുദ്ധ ലിഖിതങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ലൂക്ക 24:46. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ലൂക്ക 24:46 എന്തെഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്ക 24:47. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഉത്തരം, ജെറുസലേമിൽ. പാപമോചനത്തിനുള്ള അനുതാപം ആരോടാണ് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത്? ഉത്തരം, എല്ലാ ജനതകളോടും. ലൂക്ക 24:48. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഈശോ ആരോടാണ് ഇപ്രകാരം പറയുന്നത്? ഉത്തരം, ജെറുസലേമിൽ കൂടിയിരുന്ന ശിഷ്യഗണത്തോട്. ലൂക്ക 24:49. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ആരുടെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്നാണ് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞത്? ഉത്തരം, എന്റെ പിതാവിന്റെ വാഗ്ദാനം. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു.
ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞത്? ഉത്തരം: നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എപ്പോൾ വരെയാണ് ശിഷ്യഗണം നഗരത്തിൽ തന്നെ വസിക്കേണ്ടത്? ഉത്തരം: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം ഏതാണ്? ഉത്തരം: യേശുവിന്റെ സ്വർഗാരോഹണം. യേശുവിന്റെ സ്വർഗാരോഹണം എന്ന ഈ ശീർഷകം 4-ാമത്തെ ശീർഷകവും 50 മുതൽ 53 വരെ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ലൂക്ക 24:50 അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ട യേശു അവരെ എവിടെ വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബഥാനിയ വരെ. യേശു എവിടെ വെച്ചാണ് ശിഷ്യഗണത്തെ കൈ ഉയർത്തി അനുഗ്രഹിച്ചത്? ഉത്തരം: ബഥാനിയയിൽ വച്ച്. ലൂക്ക 24:51 അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ യേശുവിന് എന്ത് സംഭവിച്ചു? ഉത്തരം: അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. എവിടെ വെച്ചാണ് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ഉത്തരം: ബഥാനിയയിൽ വെച്ച്. ലൂക്ക 24:52 അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ആരാണ് യേശുവിനെ ആരാധിച്ചത്? ഉത്തരം: യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായ ശിഷ്യഗണം. അവർ യേശുവിനെ എപ്പോൾ എവിടെ വെച്ചാണ് ആരാധിച്ചത്? ഉത്തരം: യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ ബഥാനിയയിൽ വെച്ച്. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായവർ എപ്രകാരമാണ് ജെറുസലേമിലേക്ക് മടങ്ങിയത്? ഉത്തരം: അത്യന്തം ആനന്ദത്തോടെ. ലൂക്ക 24:53 അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ആരാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത്? ഉത്തരം: യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായ ശിഷ്യഗണം. അവർ സദാസമയവും എപ്രകാരമാണ് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത്? ഉത്തരം: ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ലൂക്കായുടെ സുവിശേഷം 24:46 തുല്യമായ വചനഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലൂക്കായുടെ സുവിശേഷം 26:46 ഇപ്രകാരമാണ്: അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ഇതിന് തുല്യമായ വചനഭാഗങ്ങൾ ഹോസിയ 6-ാം അധ്യായം 2-ാം വാക്യം, 1 കോരിന്തോസ് 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ലൂക്ക 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, മാർക്കോസ് 16-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.